Praise Lord. Today I'll be talking about actually a very underrated topic, that is naak, tongue. അതിനെ പറ്റിയിട്ടാണ്. So അതിന് റെഫറൻസ് ആയിട്ട് I would like to take it from യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം. So അതിന് from verse 2 to 12 നാക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ടു കൺട്രോൾ അവർ ടങ് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആൻഡ് ഒരു ലേമാൻ വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഐ വിൽ ജസ്റ്റ് ലൈക്ക് ടു ഹൈലൈറ്റ് ഫ്യൂ വേർഡ്സ് ഫ്രം ദാറ്റ്. ഫസ്റ്റ് വേഴ്സ് 2 പറയുന്നത്, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാലിട്ട് അത് ശരീരത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി കിട്ടുന്നതാണ്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കൺട്രോൾ അവർ ടങ്. വേഴ്സ് 6 പറയുന്നത്, നമ്മുടെ നാക്കൊരു ചെറിയ അവയവമാണെങ്കിലും ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു നമ്മുടെ ശരീരത്തെ മുഴുവൻ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള എബിലിറ്റി ആ ചെറിയൊരു അവയവത്തിനുണ്ട്. സെയിം 9 പറയുന്നത്, മരണത്തിന് കാരണമായ വിഷം അടങ്ങിയതാണ് നമ്മുടെ നാക്ക് എന്നാ പറയുന്നത്. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഇത്രയും വേഴ്സ് യാക്കോബ് അത്രയും എക്സ്പ്ലെയിൻ ചെയ്തത് പറയുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. വേറെ ഭാഗങ്ങളിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ ജസ്റ്റ് ലൈക്ക് ടു ടേക്ക് ദോസ് വേഴ്സസ്. പ്രൊവേർബ്സ് 15:4 പറയുന്നത്, നാവിന്റെ ശാന്തത ജീവവൃക്ഷം, അതിന്റെ വക്രതയോ മനോവ്യസനം എന്നാ പറയുന്നത്. പ്രൊവേർബ്സ് 21:23 പറയുന്നത്, വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്നും സൂക്ഷിക്കുന്നു. പ്രൊവേർബ്സ് 10:19 പറയുന്നത്, അധരങ്ങളെ അടക്കുന്നവനെ ബുദ്ധിമാൻ എന്നാണ് പറയുന്നത്. പ്രൊവേർബ്സ് 18:21 മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ്. ദെൻ കമ്മിങ് ടു എഫീസിയൻസ് 4:29 പറയുന്നത്, ആത്മീയ വർധനയ്ക്ക് ഉതകാത്ത ഒന്നും നമ്മുടെ വായിൽ നിന്ന് വരാതിരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല വാക്കല്ലാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്, അങ്ങനെയാണ് പറയുന്നത്. ഫസ്റ്റ് പീറ്റർ 3:10 പറയുന്നത്, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അതിരത്തെയും അടക്കിക്കൊള്ളട്ടെ. മാത്യു 12:36 പറയുന്നത്, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഈവൻ എ സ്മോൾ സില്ലി വേർഡിന് പോലും നമ്മൾ ആ ജഡ്ജ്മെന്റ് ഡേയിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. സെയിം യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, ടുവേർഡ്സ് ദ എൻഡിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയ മനുഷ്യനെ നാം ഈ നാക്കുകൊണ്ട് ശപിക്കാൻ പാടില്ല. മീൻസ് മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ്. ആ ഒരു മനുഷ്യനെ നമ്മൾ നിസ്സാരാന്ന് വിളിക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് വി ആർ ഹ്യൂമിലേറ്റിംഗ് ഗോഡ്. അതിന് തുല്യമായിട്ടാണ് അത് വരുന്നത്. സോ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. സോ എനിക്കിന്ന് പറയാനുള്ളത്, നമ്മൾ എന്താണോ ഫീഡ് ചെയ്യുന്നത് അതാണ് നമ്മളുടെ പുറത്തേക്ക് വരുന്നത്. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം, കീപ്പിംഗ് ജെനറ്റിക്സ് അപ്പാർട്ട്, ഒരു മനുഷ്യൻ ഫാറ്റ് ആയിട്ടുള്ള കൂടുതൽ ഫാറ്റ് കഴിച്ചാൽ ഹിൽ ബിക്കം മോർ ഫാറ്റ് ആൻഡ് ഒബീസ്. അതായത് ഫുഡ് കഴിക്കാണ്ടിരുന്നാൽ ഹിൽ ബിക്കം ലീൻ. ദ സെയിം വേ നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യുന്നത് അതാണ് നമ്മളിന്ന് പുറത്തേക്ക് വരുന്നത്. ഇഫ് യു ഫീഡ് അവർ സെൽസ് വിത്ത് ഗുഡ് തോട്ട്സ്, ബിബ്ലിക്കൽ സ്ക്രിപ്റ്റേഴ്സ്, നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിനെ ഫീഡ് ചെയ്താൽ നമ്മുടെ വായിൽ നിന്ന് വരുന്നതും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. നോട്ട് നമ്മുടെ വായിൽ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കണ്ട് വേണ്ടാത്ത കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് ഫീഡ് ചെയ്യുന്നത്. നമ്മൾ സബ് കോൺഷ്യസ്ലി നമ്മുടെ വായിൽ നിന്ന് സംസാരിക്കുമ്പോൾ അങ്ങനത്തെ ബാഡ് തിങ്സ് വിൽ കം ഔട്ട്. സെയിം തിങ് നമ്മുടെ നമ്മുടെ പിയേഴ്സ്, നമ്മുടെ കൊലീഗ്സ് ഓൾസോ മാറ്റേഴ്സ്. നമ്മൾ എങ്ങനത്തെ ഗ്രൂപ്പിലാണ്, എപ്പോഴും വേണ്ടാത്ത വാക്ക് വിളിക്കുന്ന ഒരു ഗ്രൂപ്പിലാണെങ്കിൽ ഈവൻ ദോ നമ്മൾ അറിയാണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വായിൽ നിന്ന് അങ്ങനത്തെ വാക്ക് കയറി വരും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൊലീഗ്സ്, ഇഫ് യു ടോക്ക് ഓൾവേസ് അബൌട്ട് സ്ക്രിപ്റ്റ്സ് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താൽ അടിക്കുക, നമ്മൾ ചെറുതായപ്പം അടിക്കാറുണ്ട്. സോ ഫിസിക്കൽ ബീറ്റിംഗ്, ഫിസിക്കലി നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് നമുക്ക് നമ്മുടെ വേദന ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ അത് കാര്യം ചിലപ്പോൾ മറന്നു. പക്ഷെ അതേ സെയിം ടൈമിൽ നാക്ക് കൊണ്ടൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പെയിൻ ആക്ച്വലി ഇറ്റ്സ് ലൈഫ് ലോങ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ദർ ആർ സം വേർഡ്സ് എനിക്ക് പേഴ്സണലി പറഞ്ഞാകാം, എന്നോട് ആരെങ്കിലും അല്ലെങ്കിൽ എന്റെ ഫാമിലിയോട് പറഞ്ഞതാകാം, കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാകാം, ബട്ട് സ്റ്റിൽ അത് ഓർക്കുമ്പോൾ ഇറ്റ് സ്റ്റിൽ ഹേർട്സ് മീ എ ലോട്ട്. അപ്പം അത്രമാത്രം ഇമ്പോർട്ടൻസ് ആ ഒരു വാക്ക് കൊണ്ട് മനുഷ്യർക്ക് എത്രമാത്രം വേദന ഉണ്ടാവുന്നത്. സോ നമ്മൾ ഉണ്ടാവുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാവുന്ന പല റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ പല ഫാമിലി കണക്ഷൻസ് ലോസ്റ്റ് ആവുന്നതിന്റെ കാരണം നമ്മുടെ ടങ് അല്ലെങ്കിൽ നമ്മുടെ നാക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓൾവേസ് മനുഷ്യർ ദേഷ്യം വരുമ്പം അവർക്ക് അവരുടെ കൺട്രോൾ നഷ്ടപ്പെടും. വി ഡോണ്ട് നോ വാട്ട് വി ആർ സ്പീക്കിംഗ്. എന്തൊക്കെയോ നമ്മൾ വിളിച്ചു പറയും ആൻഡ് ലേറ്റർ വിൽ റിഗ്രറ്റ് ഇറ്റ്. സോ
ഈ ദിവസങ്ങളിൽ ലെറ്റസ് പ്രേ നമുക്ക് അങ്ങനെയൊന്നും പറയാണ്ട് നമ്മുടെ വാക്കുകൊണ്ട് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ നമുക്ക് നമ്മുടെ നാക്കിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ, ഇല്ലെങ്കിൽ നമ്മൾ ജഡ്ജ്മെന്റ് ഡേയിൽ ഈവൻ എ സിംഗിൾ വേർഡിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടതാണ്. സോ വി മേക്ക് ഷുവർ നമുക്ക് നമ്മുടെ നാക്കിനെ തന്നെ കൺട്രോൾ ചെയ്യാം. നമ്മൾ സംസാരിക്കുമ്പോൾ ഓൾവേസ് തിങ്ക് വൺസ് ഓർ ട്വൈസ് ബിഫോർ യു സ്പീക്ക്. അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ സംസാരിച്ചാൽ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ടോക്ക്. സംസാരിക്കാണ്ടിരിക്കുക. ഗോഡ് വിൽ സ്പീക്ക് ഫോർ യു ഇൻ ദോസ് വേസ്. ആ സമയങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. So these days let us pray to have the ability to control our tongue and lead a faithful life in God's way. Thank you and God bless.